നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച ഗൺമാന്മാരെ ന്യായീകരിച്ച EP ജയരാജൻ. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ടത് ഗൺമാന്മാരുടെ ഉത്തരവാദിത്വമാണ്. UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ രാഷ്ട്രീയ പകപോക്കൽ നടത്തും. അധികാരത്തിൽ വന്നവർക്ക് എന്തും വ്യാഖ്യാനിക്കാമെന്നും EP ജയരാജൻ പറഞ്ഞു. വാക്കുകളിലേക്ക്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം മുഖ്യമന്ത്രിയുടെ അംഗരക്ഷകർക്കുണ്ട്. ആ അംഗരക്ഷകർ ആ ദൗത്യം നിർവഹിച്ചില്ലെങ്കിൽ അവരുടെ പേരിൽ ഡിസിപ്ലിനറി ആക്ഷൻ എടുക്കൂ. രാഷ്ട്രീയമായ എല്ലാ കാര്യങ്ങളെയും നിരീക്ഷിക്കുന്നവർ നിരീക്ഷിക്കട്ടെ. ഞങ്ങൾക്ക് കേരളത്തിൻ്റെ ജനതാൽപര്യങ്ങളാണ്. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ളതാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സമരങ്ങളും. എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, ഏത് അക്രമങ്ങളെയും ന്യായീകരിക്കാം, ഏത് സംഭവങ്ങളെയും ന്യായീകരിക്കാം. പക്ഷേ ഇതെല്ലാം കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ കാണുന്നത് നല്ലതാണ്. പകപോക്കുന്ന പല നടപടികൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത് നല്ലതാണ്. UDF കാലത്ത് UDF ഭരണ കാലഘട്ടത്തിൽ അവർ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിക്കുന്നത് നല്ലതാണ്. YS അഭിനന്ദ ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. അഭിനന്ദ ഇതാ കേട്ടു, EP ജയരാജൻ പറഞ്ഞത് കേട്ടു. ഇതിൽ കുറവൊന്നും പ്രതീക്ഷിച്ചിട്ടുമില്ല. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ജീവൻ രക്ഷിക്കേണ്ട അംഗരക്ഷകർ മുഖ്യമന്ത്രിയോടൊപ്പം വാഹനത്തിലാണ് ഉണ്ടാവേണ്ടത്. ഇതിപ്പോൾ മറ്റൊരു വാഹനത്തിലായിരുന്നു. കയ്യിൽ ലാത്തിക്ക് സമാനമായ ഒരു മുളങ്കമ്പായിരുന്നു. മാന്യമായി വളരെ സംയമനത്തോടുകൂടി ഒരു പ്രതിഷേധിക്കാൻ വന്ന 2 ചെറുപ്പക്കാർ, ലോക്കൽ പോലീസ് അവരെ പിടിച്ചു മാറ്റുന്നുണ്ട്. അതിനിടയിലേക്കാണ് ചാടി ഇറങ്ങി 5 പേർ തലയ്ക്കാണ് ആദ്യം അടിക്കുന്നത്. ഇതിനെ ഇപ്പോഴും എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുന്നത്? ഇപ്പോഴും എന്ന് ചോദിക്കാൻ കാരണം ഈ രക്ഷാപ്രവർത്തന വിവാദമൊക്കെ ഈ തിരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാവുകയും ജനങ്ങൾ എതിരായി വോട്ട് ചെയ്യുകയും ഇവരെ തോൽപ്പിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും ഇതാ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ സാധിക്കും? ഷിഹാസ്, മുഖ്യമന്ത്രി നയിച്ച നവകേരള യാത്രയ്ക്ക് പിന്നാലെ ഉണ്ടായ കായംകുളത്തെ സംഭവം ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ച് സമഗ്ര അന്വേഷണത്തിലേക്കാണ് UDF സർക്കാർ ആദ്യഘട്ടത്തിൽ തന്നെ കടന്നത്. ഇന്നലെ കേസ് ഡയറിയും സമർപ്പിച്ചിരുന്നു. 5 പേർ പ്രതികളാണെന്ന് കണ്ടെത്തി. 2 ഗൺമാരും പ്രതികളാണെന്നാണ് ഇന്നലത്തെ വിലയിരുത്തലിലും പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ CPIM കേന്ദ്ര കമ്മിറ്റി അംഗമായിരിക്കുന്ന EP ജയരാജന്റെ പ്രതികരണം പുറത്തു വന്നിരിക്കുന്നത്. മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ടത് അംഗരക്ഷകരുടെ ഉത്തരവാദിത്തമാണ്. ഗൺമാൻ നിർവഹിച്ചത് അവരുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ അവർ വലിയ രീതിയിലുള്ള അച്ചടക്ക നടപടികളിലെ അടക്കം നേരിടേണ്ടി വരും. മുഖ്യമന്ത്രിയും മന്ത്രിമാരും നയിച്ച നവകേരള സദസ്സിനിടയിൽ വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ആക്രമണങ്ങളുടെ പരമ്പര തന്നെ അവിടെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലേക്കുള്ള സംഭവം അരങ്ങേറിയത്. ഇതിന് പിന്നിൽ ഗൂഢ ലക്ഷ്യമായിരുന്നുവെന്നും ഗൺമാന്മാർ നടത്തിയത് രക്ഷാപ്രവർത്തനമാണെന്നുള്ള നിലപാട് അത് ആവർത്തിക്കുകയാണ് കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. അവർ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയാണ് കൃത്യമായി ആ ഉദ്യോഗസ്ഥർ അത് നിർവഹിച്ചത്. അതല്ല മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പറയുന്നു. അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ എന്തും ചെയ്യാമല്ലോ എന്നുള്ള പ്രതികരണമാണ് നിലവിൽ EP ജയരാജൻ നടത്തിയിരിക്കുന്നത്. മാധ്യമങ്ങൾ അതിനെ കൂട്ടുപിടിക്കുന്നു. മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് വ്യാജ പ്രചാരണങ്ങൾ CPIM നേതാക്കൾക്കെതിരെ ഇപ്പോഴും തുടരുകയാണ്. അതിന്റെ ഭാഗമായി ഉണ്ടായ ഒരു നടപടി മാത്രമാണെന്നും രാഷ്ട്രീയ പകപോക്കലാണ് UDF സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്നതാണ് EP ജയരാജന്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാക്കുന്നത്. അതായത് ഗൺമാന്മാരെ പൂർണ്ണമായും അനുകൂലിക്കുകയാണ് EP ജയരാജൻ ചെയ്യുന്നത്. ഒപ്പം ഇൻഡിഗോ വിമാനത്തിനകത്ത് മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണമുണ്ടായി. അത് കരുതിക്കൂട്ടിയുള്ള ആക്രമണമാണ്. ആക്രമണത്തെ എതിർത്തയാളാണ് താൻ. സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായപ്പോൾ എതിർക്കുന്നത് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്ത നിർവഹണമാണ് ചെയ്തത്. അതിനെ UDF സർക്കാർ അധികാരത്തിലെത്തി ഇല്ലാതാക്കാനുള്ള ശ്രമം നടക്കുന്നു. ഇത് രാഷ്ട്രീയ പകപോക്കലാണ്, ഗൂഢലക്ഷ്യമാണ് പിന്നിലെന്നാണ് CPM നേതാവിന്റെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ തല്ലിച്ചതച്ച ഗൺമാന്മാരെ ഇപ്പോഴും ന്യായീകരിക്കുകയാണ് EP ജയരാജൻ. ജയരാജൻ പറഞ്ഞ ഒരു കാര്യം കറക്റ്റാണ്. കണ്ണൂർ മുതൽ ഇങ്ങോട്ട് തിരുവനന്തപുരം വരെ ഈ നവകേരള സദസ്സിന്റെ ഭാഗമായി ധാരാളം അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ അക്രമങ്ങളും ഈ തല്ലുമൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നത് പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കായിരുന്നു എന്ന് മാത്രം.